ഈ സ്ത്രീ ഒരു ഐ ഡ്രോപ്പ് യൂസ് ചെയ്തു. പെട്ടെന്ന് അവരുടെ മരിച്ചുപോയ മകൻ അവരുടെ അടുത്തെത്തുകയും അവരോട് സംസാരിക്കാനും തുടങ്ങി. അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് അവർ അവന് പണ്ട് പാടിക്കൊടുത്ത പാട്ട് അവൻ പാടാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് അവനെ വിശ്വാസമാവുകയും അവർ ഒരുപാട് സന്തോഷത്തോടുകൂടി അവനെ കെട്ടിപ്പിടിക്കാനും തുടങ്ങി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനെ അവിടെ എവിടെയും കാണാൻ പറ്റാതെയായി. അവർ ഒരുപാട് നേരം തിരഞ്ഞെങ്കിലും അവൻ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഐ ഡ്രോപ്പ് യൂസ് ചെയ്തതുകൊണ്ടാണ് അവനെ അവർക്ക് കാണാൻ കഴിഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മകൻ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതായിരുന്നു. അന്നു മുതൽ അവർ ഒരുപാട് സങ്കടത്തിലാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവന്റെ ഓർമ്മകൾ അവരെ വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവരെ വിട്ടു പോയ അന്നു മുതൽ അവന്റെ ഓരോ കളിപ്പാട്ടങ്ങളും ഫോട്ടോകളും എല്ലാം കണ്ട് അവർ അവനെ നോക്കി കരയുമായിരുന്നു. കൂടാതെ അവൻ ജീവനോടെ ഉള്ളപ്പോൾ എടുത്തു വെച്ച വീഡിയോസ് കണ്ട് അവനെ നോക്കി സമാധാനിക്കുകയും ചെയ്യും. അവന്റെ അച്ഛനാണെങ്കിൽ വെള്ളമടിക്കാൻ തുടങ്ങി മുഴുകുടിയനായി മാറിയിരുന്നു. ദിവസവും കുടിച്ച് വീട്ടിൽ വന്ന് അവന്റെ അമ്മയെ ചീത്ത പറയുന്നതും ഒരു പതിവായിരുന്നു. അങ്ങനെ അവരുടെ മകനെ വീണ്ടും കാണാൻ വേണ്ടി അവർ ഐ ഡ്രോപ്പ് വീണ്ടും യൂസ് ചെയ്യാണ്. അങ്ങനെ അവൻ വീണ്ടും വരികയും അവരെ അവന്റെ കൂടെ കളിക്കാൻ ക്ഷണിച്ചതുപോലെ അവർക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ അവർ അവന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. പക്ഷെ കണ്ടു നിന്നവർക്ക് ആർക്കും അവനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് മാനസികമായി എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്ന് കരുതി അവരെയും കൂട്ടി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. അങ്ങനെ അവർ വീണ്ടും ആ ഐ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നു. ഈ സമയത്ത് വളർന്നു വലുതായ അവരുടെ മകനെയാണ് അവർ കണ്ടത്. അങ്ങനെ ഈ സമയം അവർ അവന്റെ കൂടെയുള്ള സെൽഫി എടുത്ത് വയ്ക്കുന്നു. അങ്ങനെ തന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ഫോട്ടോ അയാളെ കാണിക്കാൻ നോക്കിയതും ആ ഫോട്ടോയ്ക്കകത്ത് അവരുടെ മകൻ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അവർക്ക് ഒരുപാട് സങ്കടമാകുന്നു. അവൾക്ക് അസുഖമാണെന്ന് കരുതി അവളുടെ ഭർത്താവിന് ദേഷ്യം വരികയും ചെയ്യുന്നു. ആ സമയത്ത് ആ ഐ ഡ്രോപ്പിന്റെ കാര്യം അവരുടെ ഭർത്താവിനോട് പറയുന്നു. പക്ഷെ അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ പറയുന്നതാണെന്നും കരുതി അയാൾ ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അയാൾക്കും ആ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാൻ അയാളും ആ ഐ ഡ്രോപ്പ് യൂസ് ചെയ്ത് നോക്കുന്നു. ആ സമയത്ത് ആ കുഞ്ഞ് അയാളുടെ മുന്നിലും വരുന്നു. അയാൾ ഒരുപാട് സന്തോഷത്തോടു കൂടി അവനെ കെട്ടിപ്പിടിക്കുന്നു. തന്റെ മരണത്തിന് ശേഷവും തന്നെ ഇത്രയും സ്നേഹിക്കുന്ന തന്റെ അച്ഛനോടും അമ്മയോടും ഇനിയെങ്കിലും തന്നെ മറക്കണമെന്നും നല്ലൊരു പുതിയ ജീവിതം തുടങ്ങണമെന്നും അവൻ പറയുന്നു. നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് ഇഷ്ടമെന്നും അവൻ പറയുന്നു. അങ്ങനെ അയാൾ അവൻ പറഞ്ഞത് കേട്ട് ആ ഐ ഡ്രോപ്പ് ഒഴുകിക്കളയുന്നു. പിന്നീട് അവന്റെ ആഗ്രഹം പോലെ തന്നെ ആ അച്ഛനും അമ്മയും എല്ലാം മറന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങുന്നു.